പലതരം ചേരുവകൾ. എല്ലാ കൂട്ടുകാർക്കും പലതരം ചേരുവകളുടെ മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കസ്റ്റർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ബീറ്ററോ വിപ്പിംഗ് ക്രീമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ എളുപ്പം ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ പറ്റിയൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഇനി 2 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. നമ്മുടെ മെഷറിംഗ് കപ്പിൽ 2 കപ്പ്. 6 ടേബിൾ സ്പൂൺ നന്നായിട്ട് നിറച്ച് പഞ്ചസാര ഇട്ടെടുക്കുക. ഇത് ഫ്രീസ് ചെയ്യുന്നതായതുകൊണ്ട് പഞ്ചസാര ഇച്ചിരി മുന്നിട്ട് തന്നെ നിൽക്കണം പാലിൽ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് പാല് ജസ്റ്റ് ഒന്ന് വാമായ ശേഷം ഒരു 1/4 കപ്പ് പാല് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് വാമാവാനേ പാടുള്ളൂ കേട്ടോ. കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാനാണ്, ചൂടാവരുതുമല്ലാതെ. ഇനി ബാക്കിയുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഐസ്ക്രീമിന് പാലെടുക്കുമ്പോൾ അത്യാവശ്യം ഫാറ്റുള്ള പാൽ തന്നെ എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് സിമ്മിലേക്ക് ഇട്ട് നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വാം മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ നന്നായി നിറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാനില ഫ്ലേവർ ആട്ടോ എടുത്തേക്കണേ. 1 ടേബിൾ സ്പൂൺ ഇട്ടെടുത്ത് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റർഡ് പൗഡറിന് സ്വന്തമായിട്ടൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വേറെ വാനില എസൻസോ മറ്റു എസൻസുകളോ ഏലക്കയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക്. ഇനി മിക്സ് തിളച്ചെടുക്കുന്ന പാലിലേക്ക് കുറച്ചായിട്ട് ഇട്ടെടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒഴിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മിക്സും ചെയ്തുകൊണ്ടെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. പാല് തിളച്ച ശേഷം ഒരു 5 മിനിറ്റിന് താഴെയെങ്കിലും കുറച്ച് സമയം ഒന്ന് കിടന്ന് തിളച്ച ശേഷം വേണം കേട്ടോ കസ്റ്റർഡിൻ്റെ മിക്സ് ഇട്ടെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റർഡ് മിക്സ് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇത് ഇവിടെ കിടന്ന് തിളച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. കസ്റ്റർഡ് മിക്സ് ഇട്ടെടുത്ത ശേഷം ഒരു 3-4 മിനിറ്റെങ്കിലും ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കസ്റ്റർഡ് നന്നായിട്ട് മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് 2-3 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തിട്ട് ശേഷം ഇതുപോലെ ബബിൾസ് വന്ന് കാണൂലേ, ഇതാണ് പാകം. ഈ സമയത്ത് നമുക്ക് ഇറക്കാം. അടുപ്പത്തു നിന്ന് ഇറക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടെടുക്കാം. ബാറ്ററിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം ടേസ്റ്റ്, എന്നാലാണ് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ മധുരം ഉണ്ടാവുള്ളൂ. അടുപ്പത്തു നിന്ന് ഇറക്കിയ ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് തണുപ്പിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നേരത്തേക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മിക്സിയിലാണ് അടിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങ് ഇട്ടെടുക്കുക. ഇനി നമ്മുടെ ഐസ്ക്രീമിനെ കുറച്ചുകൂടി നല്ലൊരു ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ടെടുക്കുക. മാക്സിമം 1/2 കപ്പ് ക്രീം വരെ ഇതിലേക്ക് ചേർക്കാം. ക്രീം അധികം ചേർക്കുമ്പോൾ അതനുസരിച്ച് മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ അടിക്കുന്ന സമയത്ത് മധുരം കൂടി ഇട്ടെടുത്ത് അടിച്ചെടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ക്രീം ഇട്ടെടുത്തോളൂ കേട്ടോ. ആ ചെറിയ പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇട്ടെടുത്തില്ല. 4 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തോളൂ. ഇനി ഇട്ടെടുത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, ഇത്ര അങ്ങ് ക്രീമി ആവില്ല എന്നുള്ളൂ. ഇനി ഇത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് രാത്രിയിലാട്ടോ ഉണ്ടാക്കി വെച്ചത്. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒരു കയ്യിലോ സ്കൂപ്പോ എടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഐസ്ക്രീമിൽ നിന്ന് വെടിയിപ്പിച്ചെടുക്കാം. കസ്റ്റർഡിൻ്റെ പുഡിങ്ങും കസ്റ്റർഡ് പൗഡറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയും ബദാം ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ആൾ.